എന്ന് പറയുന്ന നാട് കാൻഡഹാർ, ഗാന്ധാര് ജനിച്ച് ജീവിച്ച് മരിച്ച നാടാണ് കാൻഡഹാർ. അഫ്ഗാനിസ്ഥാൻ ഗാന്ധാര് ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം മക്കളുടെ ചെയ്തികളിൽ ഉറുതിമുട്ടി കണ്ണ് കെട്ടിക്കളഞ്ഞ അമ്മയാണ്. അതുപോലെ ഗാന്ധാരം ഇപ്പോൾ ഒരു കറുത്ത തുണി കൊണ്ട് കണ്ണ് കെട്ടിയിരിക്കുന്നു. കാൻഡഹാർ, അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞു വരുന്നൊരു കാലമാണ് ഇത്. മതം ഒരു രാഷ്ട്രമായി മാറുന്ന എല്ലാ രാജ്യങ്ങൾക്ക്, എല്ലാ ഇടങ്ങൾക്ക്, എല്ലാ സമൂഹങ്ങൾക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപജയങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ ഭാഗമായിട്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചെറുതായിട്ട് ഒരു ഭാഷയുടെ ഒരു വാക്കിൻ്റെ പേരിൽ മാത്രം ഒരുമിച്ച് കൂടിയാൽ മാത്രം പോരാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും തെരുവുകളിൽ കൃത്യമായി ഇറങ്ങേണ്ടതും തെരുവുകളിൽ ഒലിച്ചിറങ്ങുന്ന ചോരയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുമായ ഒരു കാലത്താണ് ഈ കാര്യത്തിന് വേണ്ടി നമ്മളിവിടെ വന്നിരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അഫ്ഗാനിസ്ഥാനിൽ ഒരു ദിവസം നിങ്ങളെല്ലാം കണ്ടതല്ലേ, ഒരു വാർത്ത വന്ന് നമ്മളിൽ ഒരു വർഷമായിട്ടില്ല, 1.5 വർഷമായി. അവർ പറഞ്ഞു, അവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞു, സംഗീത ഉപകരണങ്ങൾ കയ്യിലുള്ളവനെല്ലാം പറയുന്ന സ്ഥലങ്ങളിൽ കൊണ്ടിടാൻ പറഞ്ഞു. ഓരോ തെരുവിലും ഓരോ സ്പോട്ട് കാണിച്ചു കൊടുത്തു, അവിടെ കൊണ്ടിടുക. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് സംഗീത ഉപകരണങ്ങൾ കയ്യിലിരിക്കുന്നവനെല്ലാം അവിടെ കൊണ്ടിടുക. അങ്ങനെ എല്ലാവരും അവൻ്റെ കയ്യിലിരുന്ന വയലിനും വീണയും ഓടക്കുഴലും തബലയും മൃദംഗവും എല്ലാം വാരിക്കൊണ്ട് ഇട്ട് വൈകുന്നേരമായപ്പോൾ, സന്ധ്യയായപ്പോൾ താലിബാന്റെ പട്ടാളക്കാർ നിരന്തരമായി കയറി വരികയും ആ പ്രദേശത്തുള്ള എല്ലാ തരത്തിലുള്ള സംഗീത ഉപകരണങ്ങളെയും ഒരു വലിയ മൈതാനത്തിലേക്ക് ഒരുമിച്ച് കൊണ്ടിടുകയും അവയെ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇനി മേലാൽ അഫ്ഗാനിസ്ഥാനിൽ ഒരുത്തനും ഒരു സംഗീത ഉപകരണം കൈകൊണ്ട് തൊട്ടു പോകരുത് എന്ന് പറഞ്ഞു. അതാണ് ഒരു മതം രാഷ്ട്രമായി മാറിക്കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം. അത് തിരിച്ചറിവ് നാളെ മറ്റന്നാൾ ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ചെറിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള ചിന്തകളിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഒരു ഹാസ്യ നടനെ നമ്മളെല്ലാം കണ്ടില്ലേ അഫ്ഗാനിസ്ഥാനിൽ. അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചു കെട്ടി വണ്ടിക്കകത്തിരുത്തി കോമഡി പറയുകയാണ്. അദ്ദേഹം ഇങ്ങനെ കോമഡി പറയുവാൻ സമയമില്ല, അല്ലെങ്കിൽ വേദനിക്കുമ്പോൾ അല്ലെങ്കിൽ താല്പര്യമില്ലാതെ കാണിക്കുമ്പോൾ കുത്തുമ്പോൾ കോമഡി പറയുന്നു, മറ്റുള്ളവർ ചിരിക്കുന്നു, കൊണ്ടിറക്കുന്നു. കോമഡി പറയുന്ന ഒരുത്തനും നാളെ മുതൽ ഈ നാട്ടിലുണ്ടാകാൻ പാടില്ല എന്നാണ്. ഈ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ പുതിയൊരു നിയമം വന്നു. പ്രിയപ്പെട്ടവരെ, അടുക്കളകളിൽ ജനലുണ്ടെങ്കിൽ അതെല്ലാം കോൺക്രീറ്റ് ചെയ്ത് അടയ്ക്കണം എന്നുള്ളതാണ്. അടുക്കളയിൽ നിൽക്കുന്ന സ്ത്രീ അപ്പുറത്തെ വീട്ടിലെ ആളുകളെയോ തെരുവിലൂടെ നടന്നു പോകുന്നവരെ കാണാൻ പാടില്ല എന്നാണ്. അഫ്ഗാനിസ്ഥാനിലെ ആണിനും പെണ്ണിനും അവൻ്റെ ശരീരത്തിൽ അവകാശമില്ല എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്ത്രീക്കും മുഖമില്ല എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനിലെ ഒരു പുരുഷനും അവൻ്റെ താടി വടിക്കുവാനുള്ള അധികാരമില്ല എന്നുള്ളതാണ്. ഒരു മതം രാഷ്ട്രമായി മാറിക്കഴിയുമ്പോൾ പതുക്കെ സംഭവിക്കുന്നത് ഇത് തന്നെയായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോ എന്നൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു പേരിട്ടപ്പോൾ ഒരു കാലത്ത് ഒരു പ്രശ്നമുണ്ടായി. അന്നും ഒരു മതഭ്രാന്തന്മാരെയും മതപരമായി ചിന്തിക്കുന്ന ഒരാളും അതിനെ എതിർത്തില്ല എന്നത് മനസ്സിലാക്കണം. ഒരു ഹൈന്ദവ മതബോധമുള്ള ആളുകളും എതിർത്തില്ല, ഒരു ഇസ്ലാം മതബോധമുള്ളവരും എതിർത്തില്ല. അങ്ങനെ തന്നെ ഏത് കാര്യം വരുമ്പോഴും ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ ഇല്ലാതെ മതബോധം നിലനിർത്തുകയും തങ്ങളുടെ കുൽസിത താല്പര്യങ്ങൾക്ക് ഉള്ള പരിസരം നിലനിൽക്കുന്നതിൽ ആഹ്ലാദിക്കുന്നവരായി ഇന്ത്യയുടെ പരിസരം മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ എൻ്റെ സ്വന്തമെന്ന് നെഞ്ചുറച്ച് ചൊല്ലുവാൻ കരുത്തില്ലാത്തവരായി നമ്മൾ മാറിയിരിക്കുന്നു. ഇന്ത്യ എൻ്റെ സ്വന്തമെന്നു നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം, നമുക്ക് കാവലാകണം. ഇന്ത്യ എൻ്റെ സ്വന്തമെന്നു നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം, നമുക്ക് കാവലാകണം. 100 വർണ്ണമുള്ള 100 പൂവുകൾ നിറഞ്ഞ പൂവനമാണിന്ത്യ എന്ന നേരു ചൂണ്ടണം. നമ്മുടെ ഏറ്റവും വലിയ കടമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 100 വർണ്ണമുള്ള 100 പൂവുകൾ നിറഞ്ഞ പൂവനമാണ് ഇന്ത്യ. അതിനകത്ത് പലതരത്തിലുള്ള ആവിഷ്കാരങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. എതിർക്കേണ്ടവർക്ക് എതിർക്കുവാനും അനുകൂലിക്കേണ്ടവർക്ക് അനുകൂലിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ള 100 വർണ്ണമുള്ള 100 പൂവുകൾ നിറഞ്ഞ പൂവനമാണ് ഇന്ത്യ എന്ന നേരു ചൂണ്ടണം. വിത്തു തിന്നു വിളവ് തിന്ന ഒറ്റ മരം മാത്രമുള്ള കെട്ട കാടാക്കുവാനുള്ള ശ്രമമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അത് പതുക്കെ സിനിമയെയും കലയെയും സാഹിത്യത്തെയും എഴുത്തിനെയും എല്ലാത്തിനെയും കൃത്യമായി കണ്ടെത്തി കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വഴുക്കുന്ന വർത്തമാനകാലത്ത് ജാഗ്രതയോടെ ഇരിക്കണം എന്ന അഭ്യർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.